എഴുതി സന്ദേശങ്ങൾ അയക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തേക്കൊന്ന് തിരിച്ചു പോയാലോ? വെൽക്കം ബാക്ക് ടു ഡേവിഡ് ദ ലിറ്റിൽ ചാമ്പ്. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്യുന്നത് 3 ക്രിസ്മസ് കാർഡുകളാണ്. 3 വിവിധ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. ആദ്യമായിട്ട് ഒരു A4 ഷീറ്റ്, കളർ A4 ഷീറ്റ് എടുത്തതിന് ശേഷം അതിന് രണ്ടായിട്ട് മടക്കുക. അതിൻ്റെ രണ്ടായിട്ട് മടക്കിയതിൻ്റെ ആ ഭാഗത്തിൻ്റെ ടിപ്പ്, 2 സൈഡ് ലൈൻ ടിപ്പ് മാത്രം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഒരു 9 സെൻറ്റിമീറ്റർ ആ മിഡിൽ പോർഷനിൽ നിന്ന്, താഴത്തെ മിഡിൽ പോർഷനിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ ലെഫ്റ്റും റൈറ്റും എടുത്തതിന് ശേഷം അതും മേലിൽ മടക്കി ആ പോയിൻറ്റുമായിട്ട് നമ്മൾ ഒരു ജോയിൻ ചെയ്തതിന് ശേഷം സ്കെയിൽ കൊണ്ട് തന്നെ മടക്കി നമ്മളൊരു ഒന്ന് കോൺ പോലെ ആക്കുക. ബാക്കി എന്നിട്ട് വീഡിയോ ചെയ്യുന്ന പോലെ ചെയ്തതിന് ശേഷം ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്ത് എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അന്നേരം നമുക്ക് അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു കാർഡ് റെഡി ആയിട്ടുണ്ട്. അകത്ത് നമ്മൾ എന്തെങ്കിലും മെസ്സേജ് എഴുതാനായിട്ട്, ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഏതെങ്കിലും ഒരു കളർ, ഇവിടെ ഒരു ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഞാനിവിടെ റെഡ് കളർ തന്നെ ചൂസ് ചെയ്തത്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാറൊക്കെ വരച്ചു കൊടുത്തു. എന്നിട്ട് മെസ്സേജിന് വേണ്ടി കുറച്ചും കൂടി എടുത്തറിയാനായിട്ട് വൈറ്റ് കളറോ ഏതെങ്കിലും, ഞാനിവിടെ ഒരു ബ്ലൂ കളറിനകത്ത് മേരി ക്രിസ്മസ് എന്ന് എഴുതുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള ക്രിസ്മസ് കാർഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ഈസിയാണ്. കാശ് കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും ഇങ്ങനെ കുറച്ച് നേരം കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴത്തേന് അതിനുള്ള സുഖം വേറെ ആയിരിക്കും. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയോ ഫാമിലിയോ ഒക്കെ സർപ്രൈസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് കാർഡ് റെഡി ആയിട്ടുണ്ട്. ഹൗ ഈസ് ഇറ്റ്? നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു വളരെ ഈസിയാണ്, ഒട്ടും വരയ്ക്കാൻ പോലും അറിയാത്ത എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതിന് നമ്മളെടുത്ത് വൈറ്റ് പേപ്പറാണ് എടുത്ത്, വൈറ്റ് A4 ഷീറ്റ്, എന്നിട്ട് അതിന് 4 ബോർഡറും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അകത്തോട്ടൊന്നും ആവാതെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് പെയിൻ്റ് ആണ്. എന്നിട്ട് തന്നെ എല്ലാ ഫാബ്രിക് പെയിൻറ്റും എല്ലാ കളറും വേറെ, ഇപ്പോൾ 4 കളറേ ഉള്ളെങ്കിൽ മിക്സ് ചെയ്ത് വേറെ കളറാക്കി എടുക്കുകയോ എന്തെങ്കിലും ചെയ്താലും മതി. പിന്നെ ഓരോ കളർ എടുത്ത് നമ്മുടെ കൈയുടെ വിരൽ കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് ഒരു കാർഡ് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും. പണ്ട് നമ്മൾ 10 രൂപയ്ക്കും 20 രൂപയ്ക്കും ഒക്കെ കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് കാർഡ് വാങ്ങിക്കും. എന്നിട്ട് ഇതൊരു ഒട്ടും എഫേർട്ട് ഇല്ലാതെ നമുക്ക് തന്നെ വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് റെഡിയാക്കാം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് കാണിച്ചു കൊടുത്ത് അവരോട് ചെയ്യാൻ പറയാം. അങ്ങനെ കുറച്ചൊക്കെ അവരും ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. മൂന്നാമത് നമ്മൾ ചെയ്യുന്ന കാർഡ് വളരെ ഈസിയാണ്, പക്ഷേ ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള ഒരു കാർഡുമാണ്. അതിനായിട്ട് A4 ഷീറ്റ് തന്നെ എടുത്ത് അതിനകത്ത് നമ്മളൊരു സർക്കിൾ വരച്ചു കൊടുത്ത് ഒരു ക്രിസ്മസ് വ്രത്ത് ആയിട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ വരയ്ക്കാനായിട്ട് പേപ്പർ ചുരുട്ടി നമ്മൾ അതിൻ്റെ സൈഡ് 4ആയിട്ടോ 5ആയിട്ടോ 6ആയിട്ടോ കട്ട് ചെയ്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യണേ. അതിന് ശേഷം നമ്മൾ ഗ്രീൻ കളർ എടുത്ത് അതിൽ മുക്കി ഇങ്ങനെ ആ റൗണ്ടിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ആദ്യം വരയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം എനിക്ക് ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചു, പക്ഷേ റിസൾട്ട് ഭയങ്കര ഇമ്പ്രസീവാണ്. ഇതാണ് റിസൾട്ട്. എന്നതിന് ശേഷം ഈ റെഡ് ഫ്ലവർ പോലെ നമുക്ക് കൈകൊണ്ട് തന്നെ വരച്ചു കൊടുക്കാം ഈസി ആയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ബഡ്സും വെള്ളം എടുത്തു കഴിഞ്ഞാൽ കയ്യിലാവത്തില്ല. ഞാൻ ഇവിടെ രണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ മെസ്സേജ് എഴുതാം. അകത്ത് വേണമെങ്കിലും എഴുതാം, വെളിയിലും എഴുതാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായോ? അങ്ങനെ ഉള്ള ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.